ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനിയെ കൊണ്ട് തന്നെ ചെയ്തത് ശിവാനിയാണെന്നുള്ള സത്യം നിധി തൻ്റെ അടവുകളിലൂടെ അങ്ങ് പുറത്ത് കൊണ്ടുവരികയാണ് കേട്ടോ. അതിനെക്കുറിച്ച് ഇന്നലെ റിവ്യൂ പറഞ്ഞിരുന്നു. അങ്ങനെ ശിവാനി തന്നെ എല്ലാം ഏറ്റുപറയാണ്. ആ മരുന്ന് ഞാനാണ് അവിടെ വെച്ചത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നിധിയുടെ കാലൊക്കെ പിടിച്ച് കരയുന്നുണ്ട്. ഈ ഒരു രംഗം കിടു തന്നെയാണ്. അങ്ങനെ കാലൊക്കെ പിടിച്ച് കരഞ്ഞതിന് ശേഷം, എടി വൃത്തികെട്ടവളെ, നീ ഇത്രയും വൃത്തികെട്ടവളെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലടി. നീ നിൻ്റെ കുഞ്ഞിൻ്റെ പേരിലല്ലടി സത്യം ചെയ്ത്. അതിനർത്ഥം എന്താ? നിന്റെ വയറ്റിൽ കുഞ്ഞില്ലടി അല്ലേ? എല്ലാവരെയും കബളിപ്പിക്കുകയാണല്ലേ നീ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ശിവാനി, ഈശ്വര പെട്ടല്ലോ, അതും ഇവള് കണ്ടുപിടിച്ചോ എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ. എന്നാൽ ഈ സമയം നിധിയാണെങ്കിലും, നിന്റെ കുഞ്ഞിനോട് പോലും നിനക്ക് സ്നേഹമില്ലടി. അതിനെങ്ങനെയാണ് നിനക്ക് നിന്റെ ലക്ഷ്യം നിറവേറുക എന്ന് മാത്രമല്ലേ നിന്റെ മുന്നിലുള്ളൂ. അതുകൊണ്ടല്ലടി നീ ഈ തെറ്റ് ചെയ്തിട്ടും എന്നിട്ടും നീ രക്ഷപ്പെടാൻ വേണ്ടി നിന്റെ കുഞ്ഞിൻ്റെ പേരിൽ സത്യം ചെയ്തതെന്ന് പറയുമ്പോൾ നിധിയുടെ കാല് പിടിച്ച് നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ശിവാനി കരയാണ് കേട്ടോ. അത് കേട്ട ഉടൻ തന്നെ, ഹെടി ഇത്രയേ ഉള്ളൂ നിന്റെ കാര്യം, നിന്നെക്കൊണ്ട് എല്ലാം തത്ത പറയുന്നത് പോലെ പറയിപ്പിക്കണമെന്ന് എനിക്കൊരു തോന്നി. എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു സംശയമാണ് ഞാൻ നിനക്ക് മുന്നിൽ പ്രകടിപ്പിച്ചത്. പക്ഷേ ഇത്ര അങ്ങ് ശരിയാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നീ അങ്ങ് പറഞ്ഞു. എന്തായാലും ഇവിടെ എനിക്കൊപ്പം നിന്ന നിർമ്മലാമ്മയും ഇതിന് ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നിർമ്മലാമ്മയെ ഈ സത്യം പുറത്തു കൊണ്ടുവരാൻ നിർമ്മലാമ്മയെ ഇറങ്ങി പുറപ്പെട്ടല്ലോ. എടി വൃത്തികെട്ടവളെ, നിന്നെ ഈ സമയം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ടതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, നീ ഒരു ഗർഭിണിയായില്ലേ. അതുകൊണ്ട് പ്രണവിനോട് ഇക്കാര്യങ്ങൾ പറയാനും കഴിയാതെ പോയല്ലോ. എന്തായാലും ഞാൻ കുറച്ച് ദിവസങ്ങൾ ക്ഷമിക്കും. അത് കഴിഞ്ഞിട്ടും നീ ഈ നാടകം തന്നെയാണ് തുടരുന്നെങ്കിൽ ഞാൻ എന്നെ വെറുതെ വിടില്ല എന്ന് പറയണം കേട്ടോ. അങ്ങനെ നിധി ഇതും പറഞ്ഞു പോകുമ്പോൾ ശിവാനിക്ക് ദേഷ്യം കൂടാണ്. ഒരു വേലക്കാരിയുടെ മുന്നിൽ വെച്ച് എനിക്കിങ്ങനെ ഒരു നുണ പറയേണ്ടി വന്നില്ലേ. എന്നിട്ട് നിധി പോകുന്ന പോക്കിൽ പറയുന്നുണ്ട്, ഞാനേ നിർമ്മലാമ്മയുടെ ഫോണിൽ നിർമ്മലാമ്മ വീഡിയോ എടുത്ത് എന്നൊക്കെ പറഞ്ഞത് കള്ളമാണ് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ പിന്നീട് ഭക്ഷണം കഴിക്കാൻ ഇവരിങ്ങനെ വരുന്ന സമയത്ത് നിധി എന്ത് ചെയ്യുന്നു, താക്കോല് തന്നെ ഏൽപ്പിച്ച ആ താക്കോലുണ്ടല്ലോ അതിങ്ങനെ ഇങ്ങനെ ചുമരിൻ്റെ മുകളിൽ തൂക്കിയിടണിട്ട് അത് കണ്ടിട്ട് പാറു വരുന്നു. എന്താ നിധി നീ ചെയ്യുന്നത്? നിനക്ക് എന്താ ഒരു ഉത്തരവാദിത്തമില്ലാത്ത? ഈ കുടുംബത്തെ എല്ലാ കാര്യങ്ങളും നീയല്ലേ നോക്കേണ്ടത്? അങ്ങനെ ഇരിക്കുന്ന നിനക്ക് ഈ താക്കോൽ തന്നാൽ നീ നിൻ്റെ ഉടുപ്പിലല്ലേ വെക്കേണ്ടത്? അത് കേട്ട ഉടനെ, അയ്യോ അമ്മേ എനിക്കത് കഴിയില്ല, കാരണം പാറു എന്നോട് ക്ഷമിക്കണം. ഇതിങ്ങനെ ഇവിടെ വെക്കുമ്പോൾ ഭയങ്കര വെയിറ്റും ഒരുതരം മനസ്സിന് ഭാരവുമാണ്. ഇതുവരെ അത് പറ്റില്ല, ഇന്നേ ദിവസം നീ ഇത് വെച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് സാരിത്തുമ്പിൽ അങ്ങ് കെട്ടിക്കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതുമായി അങ്ങ് ഭക്ഷണം കഴിക്കാൻ ചെല്ലാണ്. ഈ സമയം ശിവാനി, നീ എന്താ ഭക്ഷണം കഴിക്കാൻ വരാത്ത എന്നും പറഞ്ഞിട്ട് ഇവിടെ വസുന്ധര വിളിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം വസുന്ധര ആ വിളിക്കുന്നത് പോലും ശിവാനിക്ക് വലിയ ബുദ്ധിമുട്ടാവുകയാണ്. കാരണം വസുന്ധര പറയുന്നത്, നീ ഒരു ഗർഭിണിയല്ലേ, സമയത്തിന് ഭക്ഷണം കഴിക്കണം എന്നുള്ള ആ ചിന്തയൊന്നും നിനക്കില്ല ശിവാനി. നീ എന്താ ഇങ്ങനെയായി പോകുന്നത്? മറ്റുള്ളവർക്കേ കുഞ്ഞുണ്ടാവില്ല, നിന്നിലാണ് ഈശ്വരമംഗലത്തെ അവകാശി എടുക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, ഇല്ലാത്ത കുഞ്ഞാണോ, ഇല്ലാത്ത കുഞ്ഞിന് വിശപ്പോ, എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്നിങ്ങനെ വസുന്ധരയെക്കുറിച്ച് മനസ്സിൽ ശിവാനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ, നീ എന്താ ആലോചിച്ച് നിൽക്കുന്നത് എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ശിവാനി അവിടെ നിന്ന് ഓടിക്കൊണ്ട് ടാബ്ലയിൽ അങ്ങ് വന്നിരിക്കുകയാണ് കേട്ടോ. ഇതോടുകൂടി വസുന്ധരക്ക് അങ്ങ് ദേഷ്യം പിടിക്കണേ. എന്താടി ശിവാനി നീ കാണിച്ചത്? ഇങ്ങനെ ഓടിച്ചാടി നടക്കാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ? നിന്റെ വയറ്റിൽ ഈശ്വരമംഗലത്തെ കുഞ്ഞാണ്. അപ്പോഴാണ് നിധിയും പാറും അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. ഇവിടെ മറ്റുള്ളവർക്ക് പ്രസവിക്കാൻ കഴിയില്ല, മച്ചിയായ പെണ്ണുങ്ങളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഈശ്വരമംഗലത്തെ അവകാശി തരാൻ കഴിയില്ല. നിന്നിലാണ് ആ പ്രതീക്ഷയുള്ളത്. പതുക്കെ ഇരിക്കണം, പതുക്കെ നടക്കണം, ഓടിച്ചാടി നടക്കരുത് എന്നൊക്കെ വസുന്ധര പറയട്ടോ. ഇത് കേൾക്കുന്ന നിധിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ്. നിധി പറയണം, മതി നിർത്തിയേക്ക്, എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്നൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല എന്ന് പറയട്ടോ. അപ്പോഴേക്കും പാറു പറയണേ, നിധി നീ എന്തിനാ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്? നീ എന്തായാലും ഇങ്ങോട്ടേക്ക് ഇരിക്ക്. അപ്പോൾ ആ ഇരിക്കുന്ന സമയത്താണ് സാരിത്തുമ്പിൽ ഈ ഒരു സംഭവം കെട്ടി വെച്ചിരിക്കുന്നത് കാണുക കേട്ടോ. അത് കാണുന്നതിനോടുകൂടി വസുന്ധരക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ്. എൻ്റെ ഏട്ടത്തിക്ക് ബുദ്ധി എന്ന് പറയുന്ന സംഭവമില്ല. ഈ വീടിൻ്റെ അവകാശിയെ തരാൻ പോകുന്ന ആളുടെ കയ്യിലാണ് ഈ വീടിൻ്റെ താക്കോല് കൊടുക്കേണ്ടത്. എന്നാൽ എൻ്റെ ഏട്ടത്തി ചെയ്യുന്നത് എന്താ? ഒരിക്കലും പ്രസവിക്കാത്ത ഒരു വൃത്തികെട്ടവളുടെ കയ്യിലാണ് താക്കോല് കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ അധികാരമൊക്കെ കൈമാറാം. അത് കേൾക്കുന്ന ശിവാനി പറയണം, എന്നാൽ എനിക്കും ആഗ്രഹമുണ്ട് വസുന്ധര ആൻറ്റി, ഇവിടുത്തെ താക്കോലൊക്കെ എൻ്റെ സാരിത്തുമ്പിലും കെട്ടണമെന്ന്, എൻ്റെ അരക്കെട്ടിൽ വെക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ
പാറു പറയണേ, ഈ വീടിൻ്റെ മൂത്ത മരുമകൾ നിധിയാണ് ഈ വീട് ഭരിക്കേണ്ടത്, അതിനുശേഷം നിനക്കാവാ എന്ന് പറയണം കേട്ടോ. അപ്പം ഇത് കേൾക്കുന്ന വസുന്ധര, നീൻ്റെയൊക്കെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് പാറുവിനോട് പറയണേ, ഏട്ടത്തിക്ക് ഇപ്പോഴും ബോധവും ബുദ്ധിയും വന്നിട്ടില്ല, ഇവിടെ മരുമകൾ എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കാനേ കഴിയുള്ളൂ. എനിക്കൊരു സംശയമുണ്ട്, ഡോക്ടറെ കൊണ്ട് ഇവളെ ഇല്ലാത്ത കള്ളം പറഞ്ഞിരിക്കുകയാണ്. ഇവൾ മച്ചി തന്നെ, ഇവൾക്ക് ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ല, ഇവളൊരു മച്ചി തന്നെയാണ്, എല്ലാവരെയും കബളിപ്പിച്ചിരിക്കുകയാണ്. ഈ വീട്ടിൽ ആട്ടും തൊപ്പും അവഹേളനയും കേൾക്കേണ്ടെന്ന് കരുതി മറ്റുള്ളവരുടെ മുന്നിൽ ഇനി ഏട്ടത്തി പോലും ഇവളെ തള്ളിക്കളയെന്ന് തോന്നിയപ്പോൾ ഇവൾ അങ്ങനെ ചെയ്തതാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ അങ്ങ് നിർമ്മലക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. നിർമ്മലയും പാറു ഒരേ സ്വരത്തിൽ മതി നിർത്തു വസുന്ധരെ, നിർത്തുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി വസുന്ധര അങ്ങ് ഞെട്ടിപ്പോകണേട്ടാ. അപ്പം നിർമ്മലയുടെ ഒച്ചയാണ് ഉറക്കെ ഉയരുന്നത്, അതുകൊണ്ട് തന്നെ പാറോടെ നിർത്താണ്. അപ്പോൾ ഈ സമയം വസുന്ധര എന്ത് എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ നിർമ്മല പറയാണ്, നമ്മുടെ വീട്ടിലെ കുട്ടിയാണ് നിധിയെ നിങ്ങൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ നാളെ നാട്ടുകാരും അത് പറയും. ഒരിക്കലും നിധി അമ്മയാവില്ലെന്ന് നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ, ഡോക്ടർ ആ തെറ്റ് തിരുത്തിയതല്ലേ, അതിന് സത്യാവസ്ഥ നിധി ഇവിടെ വെളിപ്പെടുത്തിയതല്ലേ, പിന്നെയും നിധിയെ എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? നിങ്ങൾക്ക് അതിന് മാത്രം എന്ത് സുഖമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്? എന്തിനാ ഈ കുഞ്ഞിനെ അങ്ങനെ വേദനിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ, എടി നീ എന്നോട് തറുതല പറയുന്നോ? നീ ഈ വീട്ടിലെ വേലക്കാരി എന്നോട് തറുതല പറയുന്നോ എന്ന് പറഞ്ഞിട്ട് കരണക്കുറ്റി നോക്കി നിർമ്മലയുടെ അങ്ങ് അടിക്കാൻ ഒരുങ്ങുമ്പോൾ ആരോ വന്ന് വസുന്ധരയുടെ കൈ പിടിക്കുന്നു കേട്ടോ. തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഗൗതമായിരിക്കും കേട്ടോ. ഗൗതമിനെ കാണുന്ന വസുന്ധര, എടാ ഞാൻ നിൻ്റെ അമ്മയാണെന്നുള്ളത് നീ മനസ്സിലാക്കിയിട്ടില്ലേ? ഞാൻ നിൻ്റെ അമ്മയാണ്, ഈ വീട്ടുവേലക്കാരി എന്നെ ഭരിക്കാൻ നോക്കിയിരിക്കുന്നു, എൻ്റെ നേർക്ക് ഒച്ച ഉയർത്തിയിരിക്കുന്നു, എടിപ്പൊടി എന്നുള്ള വിളികൾ അവൾ ആവർത്തിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ കൊടുത്തു മേടിച്ചതല്ലേ? എന്താ ഗൗതം നീ പറഞ്ഞത്? പിന്നെ നിങ്ങളിപ്പോൾ എന്താ ഇവിടെ പറഞ്ഞത്? നിധിയെക്കുറിച്ച് എന്ത് അസഭ്യ വാക്കുകളാണ് പറഞ്ഞത്? അത് കേൾക്കുന്ന വസുന്ധര പറയണേ, നിധിയെക്കുറിച്ച് ഉള്ളതല്ലേ ഞാൻ പറഞ്ഞത്, അതിൻ്റെ സത്യാവസ്ഥ ഞാനും നിധി നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയതല്ലേ, ഡോക്ടർ വെളിപ്പെടുത്തിയതല്ലേ, പിന്നെ അത് ഇവിടെ പറയേണ്ട ആവശ്യം എന്താ? ഞാൻ ഉള്ളത് പറഞ്ഞു, അതിനെന്താ ഇത്ര തെറ്റ്? എന്തായാലും എന്നെ ഇവിടെ ഇട്ട് കൊട്ടിയവളെ ഇവിടെ ഈ വീട്ടിൽ എനിക്ക് നിർത്താൻ കഴിയില്ല, ഈ നിമിഷം ഇവളെ ഈ വീട് വിട്ട് ഇറങ്ങണം എന്ന് വസുന്ധര പറയണേട്ടോ. അത് കേൾക്കുന്ന നിർമ്മല ആകെ പെട്ടുപോവാണ്. നിർമ്മല പൊട്ടിക്കരയാണ്. നിർമ്മല പറയണേ, സോറി എനിക്ക് തെറ്റുപറ്റി, എൻ്റെ അടുത്തൊരു ചെറിയ തെറ്റ് പറ്റിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ക്ഷമ പറയാനും ഞാൻ തയ്യാറാണ്, എന്നോട് ക്ഷമിക്കണം എന്നുള്ള വാക്കങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ പറയാണ്, നീ എന്ത് ക്ഷമ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ശിവാനി പറയണേ, ശരിയാണ്, ക്ഷമ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു സെർവൻറ്റ് ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്ന ആളെ വഴക്ക് പറയാനുള്ള അധികാരമൊന്നും ആരും കൊടുത്തിട്ടില്ല, അതും ഒരു അടിമയെ പോലെ നിൽക്കേണ്ടവൾ ഇന്നിപ്പോൾ മുതലാളി ചമഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഇവളെ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അപ്പോൾ ഉടൻ തന്നെ നിധി പറയുന്നുണ്ട്, ആൻറ്റി ഇവിടെ ഇപ്പോൾ നിർമ്മലാമ്മ പറഞ്ഞത് തെറ്റൊന്നുമല്ല, പക്ഷേ എങ്കിലും കൂടി നിർമ്മലാമ്മ ഉച്ചത്തിൽ ഉയർത്തി സംസാരിച്ചത് കൊണ്ട് തന്നെ ഇവിടെ മാപ്പ് പറഞ്ഞല്ലോ, പിന്നെ എന്താ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ട ആവശ്യം എന്ന് പറയുമ്പോൾ, നീയാണോടി കാര്യം തീരുമാനിക്കുന്നത്? ഞാനാണ് എൻ്റെ വീട്ടിലെ കാര്യം തീരുമാനിക്കുന്നത്, അതുകൊണ്ട് ഇറങ്ങിപ്പോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോവുക തന്നെ വേണമെന്ന് പറയട്ടോ. എന്താടി നീ മിഴിച്ചു നിൽക്കുന്ന മര്യാദയ്ക്ക് ഈ സമയം നീ ഇറങ്ങിപ്പോ എന്നും പറഞ്ഞിട്ട് നിർമ്മലയോട് അങ്ങ് ഒച്ചയെടുക്കുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണം, അങ്ങനെ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ നിങ്ങളും ഇവിടെ നിന്നും ഇറങ്ങിപ്പോകണം. കാരണം എന്താണെന്നറിയോ? എൻ്റെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ കേട്ടില്ലെന്ന് വിചാരിക്കേണ്ട, അതിന് തൊട്ട് മുന്നേ നിങ്ങളെന്താ ചെയ്തത് അതൊന്നും ആലോചിക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നിർമ്മലാമ്മയെ ഇവിടെ നിന്നും ഇറക്കി വിടാമെന്ന് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന വസുന്ധരയ്ക്ക് ഒന്നും മിണ്ടാനാവുന്നില്ല, മിണ്ടാതെ നിൽക്കാൻ തന്നെ കഴിയത്തുള്ളൂ കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ഇതിനിടയ്ക്ക് ശിവാനി നിർമ്മലയ്ക്ക് ഒരു ഉഗ്രം പണി കൊടുക്കുന്നുണ്ട്. ഡി ഇവിടെ വന്നേടി എന്ന് പറഞ്ഞിട്ട് നിർമ്മലയെ വിളിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന നിധി പറയുന്നുണ്ട്, മുതിർന്നവരെ എടിപ്പൊടി എന്ന് വിളിക്കാവോ? എൻ്റെ ഇഷ്ടമാണ് വിളിക്കുന്നത്. കുറച്ച് നേരത്തെ ബാൽക്കണിയിൽ നിന്ന് നിനക്ക് ഞാൻ ചൂടോടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നല്ലോ, അതിവിടെ വെളിപ്പെടുത്തണോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഒന്ന് പതുങ്ങും കേട്ടോ. എന്നിട്ട് വീണ്ടും പറയണേ, അതെ ഞാനൊരു ഗർഭിണിയായ എനിക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ എല്ലാ ഭക്ഷണങ്ങളും ഇവരൊന്ന് ടേസ്റ്റ് ചെയ്യണം. അത് കേട്ടോടെ തന്നെ നിർമ്മല പറയണം, ഞാനെല്ലാ ഭക്ഷണവും ടേസ്റ്റ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതൊക്കെ ആവാം, പക്ഷേ എൻ്റെ ഗർഭം അപോഷണാക്കി കളയുമെന്ന് പറയാനൊന്നും പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നിങ്ങളൊന്ന് ഈ ഭക്ഷണം എല്ലാം ടേസ്റ്റ് ചെയ്ത് കഴിച്ചതിന് ശേഷം മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സീൻ ഉണ്ടായതിനു ശേഷമാണ് ഈ സീൻ ഉണ്ടാവുന്നത് കേട്ടോ.